ഹലോ ഗായ്സ്. അപ്പം ഇന്നൊരു പൊതിച്ചോറിനാണ് ഒരാഗ്രഹം. എങ്ങനെ വന്നതെന്നറിയില്ല. അങ്ങനെ നമ്മൾ അപ്പുറത്തെ തൊടിയിലേക്ക് ഇറങ്ങി. കുറച്ച് വാഴയൊക്കെ ഉണ്ട് അവിടെ. അങ്ങനെ ഒരു വാഴൻ്റെ ഇല വെട്ടാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഇതാ കുറേ വാഴകൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നോക്കിയപ്പം കുഴപ്പമില്ലാത്ത കുറേ ഇലകളൊക്കെ കണ്ടു. ഒരുവിധ ഇലകളൊക്കെ നല്ല നല്ല ഇലകൾ തന്നെ ആയിരുന്നു. അങ്ങനെ ഞാൻ ഒന്ന് വെട്ടാൻ തീരുമാനിച്ചു. അപ്പോൾ ഒരു ഇല ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ അത് തന്നെ വെട്ടാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് വെട്ടിയെടുത്തു. അപ്പോൾ അതിന് നിറച്ച് പൊടി ഉണ്ടായിരുന്നു. അങ്ങനെ നല്ലോണം ഒന്ന് കഴുകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പൈപ്പിൻ്റെ ചുവട്ടിലെത്തി നല്ലോണം ഉരച്ച് കഴുകി. ഇതാ വെട്ടിക്കൊണ്ടുവന്ന ഇല ഒന്ന് വാട്ടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഗ്യാസ് ഒന്ന് ഓണാക്കി. അങ്ങനെ ഞാനിതിങ്ങനെ വാട്ടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ഭാഗത്തും നല്ലോണം വാട്ടിയെടുക്കണം, നല്ലോണം വാട്ടണം, അല്ലെങ്കിൽ ഇത് കീറിപ്പോരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ അത് നല്ലോണം വാട്ടിയെടുക്കുകയാണ്. അങ്ങനെ ഇത് നല്ലോണം വാട്ടി ഓരോരോ ഭാഗമായിട്ട് ഇങ്ങനെ വാട്ടിയെടുക്കുകയാണ്. വാട്ടിയെടുത്ത് അങ്ങനെ ഇത് നല്ലോണം വാടി വന്നിട്ടുണ്ട്. എല്ലാ ഭാഗവും നല്ലോണം വാട്ടം വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതിൽ ചോറ് വിളമ്പാം. ആദ്യം ഒരു പേപ്പർ വിരിച്ചു. എന്നിട്ട് അതിൽ നമ്മൾ വാട്ടിയ ഇല വെക്കുകയാണ്. അങ്ങനെ നമ്മൾ വാട്ടിയിലേക്ക് നല്ല ചോറ് വിളമ്പാണ്. അങ്ങനെ ചോറ് വിളമ്പി. അങ്ങനെ നമ്മൾ പുളിഞ്ചി ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ പുളിഞ്ചി വെച്ചെടുക്കുകയാണ്. പിന്നെ അത് ക്യാബേജ് ഉപ്പേരി ഉണ്ടാക്കിയിരുന്നതാണ്. ക്യാബേജ് ഉപ്പേരി വെച്ചെടുക്കുകയാണ്. അങ്ങനെ ക്യാബേജ് ഉപ്പേരി വെച്ചെടുത്തു. ഇനി നമ്മൾ മുട്ട പൊരിച്ചിരുന്നു. അങ്ങനെ മുട്ട പൊരിച്ചത് ചെറിയൊരു പീസ് വെച്ച് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ഓർക്കാപ്പുളിൻ്റെ അച്ചാർ ഉണ്ടായിരുന്നു. അങ്ങനെ ഓർക്കാപ്പുളിൻ്റെ അച്ചാർ വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കിയത് തന്നെയാണ്. അങ്ങനെ അത് വെച്ചെടുത്തു. ഇനി നമ്മൾ വെച്ച് കൊടുക്കുന്നത് കടച്ചക്ക ഉണ്ടായിരുന്നു. കടച്ചക്ക ഉപ്പേരി ആക്കിയിരുന്നു. അപ്പം അങ്ങനെ അതും കൂടെ വെച്ച് കൊടുത്ത്. അപ്പോൾ ഇത്ര സാധനങ്ങളുള്ളൂ. അപ്പോൾ നമുക്കിനി ഇത് പൊതിയാം. അങ്ങനെ ഞാനിത് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് തുറന്ന് നോക്കുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും. ആ വാട്ടിയ വാഴൻ്റെ ഇലയുടെയും പിന്നെ ഉപ്പേരികളുടെയും ഒക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനും. അപ്പം ഇങ്ങനെ നമ്മൾ പൊതിഞ്ഞ് വെച്ച വാഴൻ്റെ ഇല ഒന്ന് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ ഇതാ വാഴൻ്റെ ഇല തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ആ വാട്ടിയ വാഴൻ്റെ ഇല സ്മെല്ല്, പിന്നെ ഉപ്പേരിൻ്റെയും അച്ചാറിൻ്റെയും ഒക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം.
ഓ നല്ല ടേസ്റ്റ് ഉണ്ട്, എല്ലാം കൂടി കൂട്ടി കുഴച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം പൊതിച്ചോറ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക.